മുറിയോന്നുള്ള വുളു ചെയ്ത് കൊടുക്കണമെന്നുള്ള അവിടെ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ വുളു ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ വുളു ഒക്കെ എടുത്തു മയ്യത്തിനെ കുളിപ്പിച്ചതിന് ഇടയിലാണ് എന്ത് ചെയ്തത്, ആദ്യം ഒന്ന് വയറൊക്കെ തടവിയിട്ടാണ് നമ്മൾ വുളു ചെയ്ത് കൊടുത്തത്. പിന്നെ കുളിപ്പിക്കുന്നതിടെ വീണ്ടും നമ്മൾ വയറ് തടവി കൊടുത്തു. അങ്ങനെ വയറ് തടവി കൊടുക്കുന്നതിടെ എന്ത് ചെയ്തു, വീണ്ടും വേസ്റ്റ് പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നാൽ എന്ത് ചെയ്യുക, ആ വേസ്റ്റ് നിർബന്ധമായിട്ടും ക്ലീൻ ആക്കണം. അതുപോലെ തന്നെ മയ്യത്തിൻ്റെ സ്വകാര്യ ഭാഗം കഴുകി കൊടുക്കണം. എന്നാൽ വീണ്ടും വുളു എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എടുത്തു കൊടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം എടുത്ത ആ വുളു തന്നെ മതിയാകുന്നുള്ളത്. ഇനിയിപ്പോൾ മയ്യത്ത് പൂർണ്ണമായിട്ട് കുളിപ്പിച്ചതിന് ശേഷം ഇങ്ങനെ വന്നാലും ഇത് തന്നെയാണ്, വീണ്ടും കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. ശേഷം ഷെയ്ഖ് പറയാണ്, സുമ്മ യുനശ്ശിഫുഹു ബിസൗബിൻ, അങ്ങനെ മയ്യത്ത് കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു തുണി കൊണ്ട് എന്ത് ചെയ്യുക, ആ മയ്യത്തിനെ തോർത്തി കൊടുക്കുക. അല്ലെ, നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ കുളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ കുളിയുടെ ഒരു പരിപൂർണതകൾക്ക് ശരീരമൊക്കെ തോർത്തുമല്ലോ. അപ്പൊ ആ നിലക്ക് മയ്യത്തിനെയും തോർത്തി കൊടുക്കുക. ഈ തോർത്തിയിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ മയ്യത്തിനെ കിടത്തുന്ന കഫൻ ഇതൊക്കെ നനയും. അപ്പൊ അതൊക്കെ ഇടങ്ങറാണ്. അപ്പൊ അതില്ലാതിരിക്കാൻ ആ മയ്യത്തിന് തോർത്തി കൊടുക്കുക.